നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ആദ്യ ദിനം ജനപ്രിയ മത്സരങ്ങളാൽ സമ്പന്നമായി 8,000-ഓളം വിദ്യാർത്ഥികളാണ് കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി ടി.സി.വിയുടെ കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നടന്നു. ബദനി സ്കൂളിൽ ഒരുക്കിയ ടി.സി.വിയുടെ സ്റ്റുഡിയോ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി കുന്നംകുളം ACP CR സന്തോഷ് ടി.സി.വിയുടെ കലോത്സവ സ്റ്റുഡിയോ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ED സുപ്രീം കോടതിയിലേക്ക് പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് EDക്ക് അതൃപ്തി. ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയെ അടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. EDയും സംഘപരിവാറും CPM-നെതിരെ മെനഞ്ഞ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി പരാമർശത്തിലൂടെ വ്യക്തമായതെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കൊടകര കുഴൽപ്പണ കേസിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറാവണമെന്നും MM വർഗീസ്. തൃശൂർ ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. കാര്യാട്ടകരയിൽ ബണ്ട് തകർന്നു. ചേറ്റുപുഴ കിഴക്കേ കോൾപ്പാടം വെള്ളത്തിൽ മുങ്ങി. ശക്തമായ മഴയിൽ വരാക്കര കാളക്കല്ലിൽ വീടിനോട് ചേർന്ന മണ്ണിടിഞ്ഞ മതിൽ തകർന്നു. കല്ലംകുളം മൂലംകോട്ടിൽ മനോജിന്റെ വീടിനോട് ചേർന്ന മണ്ണിടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായി. കനത്ത മഴയിൽ ഇറിഗേഷൻ കനാലിൽ നിന്ന് മനക്കൊടി പുള്ള റോഡ് കവിഞ്ഞ വാര്യം കോൾപ്പടവിലേക്ക് വെള്ളമൊഴുകി. കൃഷി നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് കർഷകർ മനക്കൊടി പുള്ള റോഡ് ഉപരോധിച്ചു. കേരള കർഷക സംഘം മണലു ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ഓമന അശോകൻ റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മനക്കപ്പാടം നെഹ്റു റോഡ് പരിസരത്തെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി. 2 ദിവസമായി തുടരുന്ന മഴയിലാണ് പ്രദേശത്തെ 10ഓളം വീടുകളിൽ വെള്ളം കയറിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ പഴുവിൽ പുത്തൻതോടിന്റെ പാർശ്വ സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥകേന്ദ്രം അപകടാവസ്ഥയിലായി. 2007-ൽ തൃശൂർ കോൾ വികസന ഏജൻസി നിർമ്മിച്ച പാർശ്വ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് തകർന്നത്. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യക്കൂനയിൽ ബൈക്കിടിഞ്ഞു മറിഞ്ഞ് യുവാവ് മരിച്ചു. മലപ്പുറം തിരൂർ സ്വദേശി പൂഴിക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള അഭിനന്ദാണ് മരിച്ചത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി തൂണിൽ ഇടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുണ്ടന്നൂർ തലശ്ശേരി റോഡിൽ ലോറി കാനയിലേക്ക് ചെരിഞ്ഞു. വയനാട് ഭാഗത്തേക്ക് ലോഡുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഏറെക്കാലത്ത് ആവശ്യമായിരുന്ന തെക്കങ്കര പുന്നമ്പറമ്പ് ചെന്നിക്കര റോഡ് യാഥാർത്ഥ്യമാകുന്നു. പുന്നമ്പറമ്പ് മുതൽ മാടക്കത്ര പഞ്ചായത്തിലെ ചെന്നിക്കര വരെ നീളുന്ന 6.47 കിലോമീറ്റർ ദൂരം റോഡാണ് 2.5 വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ മണലും മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിറച്ചാർത്ത ഫെസ്റ്റിന്റെ ഭാഗമായി വിലാസിനി അനുസ്മരണം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ നടന്നു. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുഴൂർ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന കള്ളിയാട് താണശ്ശേരി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത ജില്ലാ പഞ്ചായത്തിന് അനാസ്ഥയിൽ പ്രതിഷേധിച്ച് BJP ഉപവാസ സമരം നടത്തി. BJP കുഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറത്ത് സംഘടിപ്പിച്ച സമരം കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് വകുപ്പിന്റെ ഫാദർ ഡിസ്മസ് അവാർഡിന് ഇരിങ്ങാലക്കുട പ്രതീക്ഷ ട്രെയിനിംഗ് സെന്ററിലെ സിസ്റ്റർ കാന്തിയും കൊടുന്ന സൈരൻ സ്പെഷ്യൽ സ്കൂളും അർഹരായി. സ്പെഷ്യൽ ജൂറി അവാർഡിന് തൃശൂർ പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരിയിൽ സമ്മാനിക്കും. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി. ഫുഡ് ഫെസ്റ്റ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. മികച്ച PTA-ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ PTA-ക്ക് മതിലകം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം നൽകി. E.T. ടൈസൺ MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ MLA PR ഫ്രാൻസിസിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തൃശൂർ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിൽ നടത്തിയ സ്നേഹസംഗമം വർണ്ണാഭമായി. കൌൺസിലർ ഫാദർ ജോർജ് കല്ലൂക്കാരൻ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാടിനെ ഒറ്റപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കിസാൻ സഭ മാർച്ച് നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഒളരി അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. കനത്ത മഴയെ തുടർന്നാണ് മതിൽ തകർന്നു വീണത്. ലോക വികലാംഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോലഴി ചിന്മയ കോളേജിലെ NCC കേഡറ്റുകൾ പെരിങ്ങണ്ടൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ചു. സിസ്റ്റർ ആലീസ് പഴയവീട്ടിൽ വികലാംഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. തളിക്കുളം കുമാരൻ ആശാന്റെ നേതൃത്വത്തിലുള്ള സംഘം വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയിൽ പുത്തൻചിറ വില്ലുമംഗലം പാടശേഖരത്തിലെ 100 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിലായി. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ബണ്ട് കെട്ടിയതിനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ മണ്ഡലം കമ്മിറ്റി തൃശൂർ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ നിന്നും ചാവക്കാട്ടേക്കുള്ള യാത്രയ്ക്കിടെ നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ ആളെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അഴീക്കോട് സ്വദേശി സുൽഫിക്കറാണ് പെരിഞ്ഞനം സെന്ററിൽ കുഴഞ്ഞു വീണത്. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അവാർഡ് വിതരണം നിർവഹിച്ചു. പാടഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിലങ്ങന്നൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പീലുകളുടെ അതിപ്രസരം കലോത്സവങ്ങളുടെ മാറ്റം ഉറയ്ക്കുന്നതായി NK അക്ബർ MLA. രക്ഷിതാക്കളല്ല വിദ്യാർത്ഥികളാണ് മത്സരിക്കേണ്ടതെന്നും MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അഖിലേന്ത്യാ കിസാൻ സഭ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. ശ്രീനാരായണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂരിൽ മകന്റെയും ഭാര്യയുടെയും മർദ്ദനം സഹിക്കാൻ വയ്യാതെ വീട് വിട്ടിറങ്ങിയ വയോധികരായ മാതാപിതാക്കളെ സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ട് അനാഥാലയത്തിലേക്ക് മാറ്റി. അരിമ്പൂർ കൈപ്പള്ളി പ്ലാക്കൻ വീട്ടിൽ തോമസ്, ഭാര്യ റോസ്ലി എന്നിവരെയാണ് അനാഥാലയത്തിലേക്ക് മാറ്റിയത്. കനത്ത മഴയെ തുടർന്ന് കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. കനോലി കനാലിൽ താൽക്കാലികമായി നിർമ്മിച്ച ഇടബണ്ടാണ് തകർന്നത്. ബണ്ട് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പൌരസ്ത്യ കൽതായ സുറിയാനി സഭ മാർ എഫ്രൈം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ ഡേ ആഘോഷിച്ചു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംതാന പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ചക്കരപ്പാടം ജൂബിലാൻഡ് ബ്രദേഴ്സ് ഓവറോൾ ചാമ്പ്യന്മാരായി. വോയ്സ് ഓഫ് പൊന്മാനിക്കുടം 2ാം സ്ഥാനവും പെരിഞ്ഞനം വെസ്റ്റ് സഹൃദയ 3ാം സ്ഥാനവും നേടി. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ അടുത്ത മാസം ആഘോഷിക്കുന്ന അമ്പു തിരുനാളിന് മുന്നോടിയായി തിരുനാൾ ലോഗോ പുറത്തിറക്കി. ലോഗോ പ്രകാശനം തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വികാരി ഫാദർ ജോർജ് വേഴേപ്പറമ്പിൽ നിർവഹിച്ചു. തൊട്ടിപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തീർത്ഥ കിണറിൽ നിന്ന് 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീം അംഗം അർജുൻ വലച്ചിറ എത്തി പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി. പ്രകൃതി ദുരന്തം കേന്ദ്ര നയം പരിഷ്കരിക്കുക, വയനാട് ദുരന്തം അർഹമായ സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. പെരിങ്ങോട്ടുകര കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് മുൻ മന്ത്രി V.S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.